إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 111 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു വഅനത്തിൽ വുജൂഹ് വഅനത്തുൻ കീഴൊതുങ്ങിയിരിക്കുന്നു അൽ വുജൂഹ് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു ലിൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യായ അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു അൽ ഖയ്യൂം നിയന്താവിനും കീഴൊതുങ്ങിയിരിക്കുന്നു. നിയന്താവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്യാശ്രയമില്ലാതെ സ്വയം കഴിവോടുകൂടി സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനെന്നാണ് ഈ നിയന്താവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് കയ്യൂമിന്റെ പൂർണ്ണമായ വ്യാഖ്യാനം. അങ്ങനെ ഹയ്യും കയ്യൂമുമായ ആയത്തുൽ കുർസിയിലും ഇതേ രണ്ട് സിഫത്തുകൾ കാണാൻ കഴിയും. അങ്ങനെ ഹയ്യും കയ്യൂമുമായ അല്ലാഹുവിന് സർവമുഖങ്ങളും കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവ്വതും അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ഇച്ഛാഭംഗം നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദൗർഭാഗ്യമടഞ്ഞിട്ടുണ്ട്. മൻ ഒരുവന് ഹമല അവൻ വഹിച്ചു ദുൽമൻ അക്രമം വഹിച്ചവന് ദൗർഭാഗ്യം നേരിട്ടിട്ടുണ്ടല്ലെങ്കിൽ ഇച്ഛാഭംഗം നേരിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, അത്രയും പരാജയത്തിലേക്ക് അവൻ തള്ളിവിടപ്പെടും. ശേഷം അല്ലാഹു പറയുന്നു വമയ്യഅമൽ മിനസ്സാലിഹാത്ത് ആര് പ്രവർത്തിക്കുന്നുവോ മിനസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങളിൽ നിന്നും വഹുവ മുഅ്മിൻ സത്യവിശ്വാസിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരമുള്ള സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആ നേരായ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാരുണ്ടോ അവനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഫലാ യഖാഫു, അപ്പോൾ അവന് ഭയപ്പെടേണ്ടതില്ല ഉൽമൻ ഒരക്രമത്തെയോ വലാ ഹൽമൻ ഒരനീതിയും, യാതൊരു തരത്തിലുള്ള അനീതിയും അക്രമവും അവന് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവന് ഖബർ ശിക്ഷ ഭയപ്പെടേണ്ടതില്ല. മഹ്ശറിൽ യാതൊരു അനീതിയും അതുപോലെ അക്രമവും അവന് ഭയപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു നീതിമാനാകുന്നു, അങ്ങേയറ്റം നീതിമാനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് യാതൊരു തരത്തിലുള്ള അനീതിയും പ്രവർത്തിക്കുന്നവനല്ല അല്ലാഹു തആല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ തന്നെ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.